Welcome to my classroom, Structural Analysis 2. Hi everyone, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Module 1, Clapeyron's three-moment equation. In the previous class, we discussed the derivation of Clapeyron's three-moment equation. In this session, let's see the topic, continuous beam with simply supported ends. Clapeyron's three-moment equation. Application: continuous beams with simply supported ends. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ കണ്ടിന്യൂസ് ബീം എ ബി സി covers two consecutive span AB and BC, two consecutive span AB and BC of length 4 meter and 6 meter, carrying uniformly distributed loads of 60 kilonewton per meter and 100 kilonewton per meter respectively. Clear? Okay. If the ends A and C are simply supported, find the support moments at A, B and C. Draw also the bending moment diagram and shear force diagram, that is BMD and SFD. ഇതാണ് ക്വസ്റ്റ്യന്. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫിഗർ ഇല്ല, ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ ഫിഗർ വരയ്ക്കണം. ഓക്കെ, കണ്ടിന്യൂസ് ബീം ആണ്. വി നോ ദാറ്റ് എ കണ്ടിന്യൂസ് ബീം ലൈക്ക് ദിസ്. ഓക്കെ, ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരിക്കും. മോർ ദാൻ 2 സപ്പോർട്ടാണ് എ കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ കണ്ടിന്യൂസ് ബീം എ ബി സി. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ബീം. റഫായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഫിഗർ നോക്കാം. എ ബി സി, 2 കൺസിക്യൂട്ടീവ് സ്പാൻ ഉണ്ട്, 2 സ്പാൻ ഉണ്ട്. എ ബി ആൻഡ് ബി സി, അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 4 മീറ്റർ ആൻഡ് 6 മീറ്റർ. ദാറ്റ് ഈസ് ദിസ് ഈസ് 4 മീറ്റർ ആൻഡ് ദിസ് ഈസ് 6 മീറ്റർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാരിയിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇത് മൊത്തത്തില് ആണോ? അല്ല. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 60 kilonewton per meter and 100 kilonewton per meter respectively. That means 4 meterല് 60 kilonewton per meter യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും 6 മീറ്ററില് 100 kilonewton per meter ആയിരിക്കും ലോഡ്. ക്ലിയർ ആയല്ലോ? ഇഫ് ദ എൻഡ്സ് എ ആൻഡ് സി, എയും സിയും സിംപ്ലി സപ്പോർട്ടഡ് ആണ് എങ്കിൽ the support moments at A, B, C find out ചെയ്യുക. That means MA, MB and MC കണ്ടുപിടിക്കണം. സപ്പോർട്ട് മൊമെന്റ്സ് എന്താ? എയിലെ സപ്പോർട്ട് മൊമെന്റ്, ബിയിലത്, സിയില്. ദാറ്റ് മീൻസ് MA, we have to find out MA, MB and MC. അതുപോലെ തന്നെ ഡ്രോ ഓൾസോ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സപ്പോർട്ട് മൊമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിലി വി ക്യാൻ ഡ്രോൺ the bending moment diagram. That means net bending moment diagram, fixed bending moment diagramവും ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വി ഹാവ് ടു ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ്, നെറ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രവും നമുക്ക് വരയ്ക്കണം. എന്ത് വേണം? റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. RA, RB ആൻഡ് RC ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും ഷിയർ ഫോഴ്സ് ഡയഗ്രവും വരയ്ക്കാം. അപ്പൊ നമുക്ക് സൊല്യൂഷനിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, സൊല്യൂഷനിലേക്ക് പോവാം. നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണിത്. എ ആൻഡ് സി ആർ സിംപ്ലി സപ്പോർട്ടഡ്. 4 meter സ്പാൻ ആണ് എ ബി. ബി സി 6 meter. എ ബി ക്യാരീസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇറ്റ് ഈസ് 60 kilonewton per meter and BC 6 meter. It is 100 kilonewton per meter. ഓക്കെ, നമുക്ക് ഇതാണ് കണ്ടിന്യൂസ് ബീം. ഇനി നമുക്ക് ഈ ബീമിന്റെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഫിക്സഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, നെറ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഫസ്റ്റ് സൊല്യൂഷൻ എന്താ? സിംപ്ലി സപ്പോർട്ടഡ് ആണ് എ ആൻഡ് സി. ദാറ്റ് മീൻസ് എന്താ? എയും സിയും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ദാറ്റ് മീൻസ് എന്താ?
there is no moment. That means solution le first step m support moment at a m a ഒന്നിൽ എം എ ക്യാപ്സ് എ എഴുതാം അല്ലെങ്കിൽ സ്മോൾ എ എഴുതാം. എം എ എന്താ 0. ഓക്കെ, സപ്പോർട്ട് മൊമെന്റ്സ് അറ്റ് എ എം എ 0 ആണ്. അതുപോലെ തന്നെ ആൻഡ് എം സി ഈക്വൽ ടു 0. വൈ? സിംപ്ലി സപ്പോർട്ടഡ് ആണ്, ബെൻഡ് മൊമെന്റ് 0. സോ എം എ ആൻഡ് എം സി ഈക്വൽ ടു 0. സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് കൺസിക്യൂട്ടീവ് സ്പാൻ ആണ് എ ബി ആൻഡ് ബി സി. അറ്റ് എ ടൈമിൽ നമ്മൾ എടുത്തു. എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഇനി നമുക്ക് എന്താ എം ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സപ്പോർട്ട് മൊമെന്റ് അറ്റ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് സഹായമുണ്ട്? ക്ലാപ്രയോൺസ് തിയറത്തിന്റെ സഹായം ഉണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്ലൈയിങ് ക്ലാപ്രയോൺസ് theorem, Clapeyron's equation or theorem for spans AB and BC. Okay, Clapeyron's theorem apply ചെയ്യാം. എന്താ Clapeyron's theorem equation? We know that MA L1 plus 2MB L1 plus L2 plus MC L2 equal to general case ആണ് 6A1 x1 bar by L1 plus 6A2 x2 bar by L2. L1 എന്താ ഫസ്റ്റ് സ്പാന്റെ ലെങ്ത്, L2 എന്താ സെക്കൻഡ് സ്പാന്റെ ലെങ്ത്. ഓക്കെ, നമുക്കിവിടെ ജനറൽ കേസ് ആണെങ്കിലും നമ്മളൊരു പെർട്ടിക്കുലർ കേസ് പറഞ്ഞിരുന്നു. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് എങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട് 6A1 x1 bar by L1. നമ്മൾ എന്ത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്തെഴുതാൻ പറ്റും? W1 L1 cube divided by 4 plus W2 L2 cube divided by 4. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. MA L1 plus 2MB L1 plus L2 plus MC L2 equal to W1 L1 cube by 4 plus W2 L2 cube by 4. Equation clear ആയല്ലോ. MA L1 plus 2MB L1 plus L2 plus MC into L2 equal to W1 L1 cube by 4 plus W2 L2 cube by 4. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Here L1 is 4 meter, L2 is 6 meter. MA നമുക്ക് കിട്ടിയിട്ടുണ്ട് 0, MC നമുക്ക് കിട്ടിയിട്ടുണ്ട് 0. Okay, W1 60, W2 100. Clear? Substitute ചെയ്യാം. 0 into 4 plus 2 into MB. അറിയാമോ? ഇല്ല, we don't know MB. Plus into 4 plus 6 plus MC, that is 0. L2 6 meter equal to W1 60 into L1 4 cube divided by 4 plus W2 100 into L2 6 cube divided by 4. Okay, 0 0 4 plus 6 10 into 2 20 MB 20 MB equal to ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പം 60 into 4 cube by 4 plus 100 into 6 cube by 4. പെട്ടെന്ന് കാൽക്കുലേറ്റർ അടിച്ചേ, എത്രയാ വാല്യൂ? 60 into 4 cube divided by 4 plus 100 into 6 cube divided by 4. എത്ര കിട്ടി? സ്പീഡ് അപ്പ്. 6360. 6360. Therefore MB equal to 6360 divided by 20. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. 6360 divided by 20. 318 kilo Newton meter moment. Support moment kilo Newton meter. MB equal to 318 kilo Newton meter. Okay, ഇപ്പൊ നമുക്ക് MA ആയി, MC ആയി, MB ആയി. Okay, clear? Yes. Okay, MA 0,
MC 0 and MB നമുക്കിപ്പോൾ കിട്ടി 318 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, നമ്മളിപ്പോൾ സപ്പോർട്ട് മൊമെന്റ്സ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തു. നമുക്ക് ഇനി ബെൻഡ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ക്ലിയർ. ഫസ്റ്റ് നമുക്ക് നെറ്റ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഫ്രീ ബെൻഡ് മൊമെന്റ് ഡയഗ്രാം, ഫിക്സഡ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം. ഫസ്റ്റ് നമുക്ക് ഫ്രീ ബെൻഡ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സൈഡിലേക്ക് വരയ്ക്കണേ. ഓക്കെ, ക്ലിയർ. ഓക്കെ, എന്താ ഇവിടെ ലോഡ്? എന്താ ഫ്രീ ബെൻഡ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡിനെ ബേസ് ചെയ്തിട്ട് ഉള്ള മൊമെന്റ് ആണ് ഫ്രീ ബെൻഡ് മൊമെന്റ്. സോ ഇവിടെ എന്താ UDL ആണ്, കംപ്ലീറ്റ് സ്പാനിൽ UDL ആണ്. ഇവിടെ 60 കിലോ ന്യൂട്ടൺ പെർ മീറ്ററും ഇവിടെ 100 കിലോ ന്യൂട്ടൺ പെർ മീറ്ററും. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL ആണ് എങ്കിൽ ബെൻഡ് മൊമെന്റ് ഇക്വേഷൻ എന്താണ്? ബെൻഡ് മൊമെന്റ് ഈക്വൽ ടു WL²/8. WL²/8. W എന്താ? 60. L എന്താ? 4²/8. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. WL²/8. Okay, WL²/8, 60 into 4²/8, it is 120 kilo Newton meter. Okay, simply supported with UDL ആണ്, parabolic. Okay, എത്രയാ? WL²/8. Here also WL²/8. It is 120 kilo Newton meter. Okay, WL²/8 here, W100, L6, WL², L 6 meter, 6²/8. It is etraya? Yeah, 450 kilo Newton meter. Okay, okay, sagging positive. Free bending moment diagram, spanner loading. Okay, it is sagging positive. Okay, free ഇതിന്റെ അടിയിൽ എഴുതുക free bending moment diagram. This is A, this is B and this is C. Okay, നമ്മളിപ്പം ഫ്രീ ബെൻഡ് മൊമെന്റ് ഡയഗ്രാം വരച്ചു. ഇനി നമുക്ക് എന്താ? ഫിക്സഡ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, ഫിക്സഡ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം. MA എന്താ നമുക്ക് കിട്ടി? ഫിക്സഡ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം സപ്പോർട്ട് മൊമെന്റ്സ് വെച്ച് വരയ്ക്കുന്നതാണ് ഫിക്സഡ് ബെൻഡ് മൊമെന്റ് സപ്പോർട്ട് റിയാക്ഷൻസ്. ഓക്കെ, സപ്പോർട്ട് മൊമെന്റ് വെച്ചിട്ട് വരയ്ക്കുന്നതാണ് ഫിക്സഡ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം. ദിസ് ഇസ് ഫിക്സഡ് bend moment diagram. Okay, എത്രയാ? MA it is 0. MB it is 318 kilo Newton meter. എല്ലാരും ബുക്കിൽ നോക്കിക്കേ. Yeah, MC it is 0. Okay, 0. Here it is 318 kilo Newton meter. Okay, okay, it is Hogging negative. Hogging negative. Fixed bend moment diagram. Okay, MA 0, MC 0 and MB 318 kilo Newton meter. It is Hogging moment. Fixed bend moment diagram ആയി, free bend moment diagram ആയി, fixed bend moment diagram ആയി. Okay, easily നമുക്ക് എന്താ? Net bend moment diagram വരയ്ക്കാം. This is A, B and C. Final bend moment diagram. Okay, we don't know. ഇവിടുത്തെ വാല്യൂ നമുക്ക് അറിയത്തില്ല, ഇവിടുത്തെ വാല്യൂ നമുക്ക് അറിയത്തില്ല. എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? ഈ വാല്യൂ ഇവിടുത്തെ വാല്യൂ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇതൊരു ട്രയാങ്കിൾ ആണ്, സിമിലർ ട്രയാങ്കിൾ സോൾവ് ചെയ്യുക. എങ്ങനെ സോൾവ് ചെയ്യും? 318 divided by 4 equal to, take this as x divided by 2. ഓക്കെ, എത്ര വന്നു? കിട്ടിയോ? ഓക്കെ, 318. ഓക്കെ ഓക്കെ ഓക്കെ, ഇരുന്നു. അത് അവിടെ തന്നെ എഴുതിക്കോളൂ. ഓക്കെ, this is 120 and this is 450. ഇതിനെക്കാട്ടിലും കൂടുതലാണ്, അപ്പൊ ഇതിന്റെ മുകളിൽ നിൽക്കും. ഓക്കെ ഓക്കെ, this is center point, this is center point. Okay, this is 318. Negative, positive, positive. Okay, positive. Okay, okay, write down bending moment at the center of
span AB. Bending moment at the center of span AB. AB യുടെ സെന്ററിൽ കാണാം. That is minus 318 by 2 plus 120. ഫിഗറിൽ നോക്കിയോണേ. minus 318 by 2. Similar triangle solve ചെയ്യുമ്പോൾ 318 by 4 equal to x divided by 2. Then x is equal to 318 into 2 divided by 4. That is 318 by 2. കിട്ടിയോ? Okay. Okay. 318. It is hogging. Minus 318 by 2 plus sagging 120. Free bending moment diagram. It is 120. എത്ര കിട്ടി? minus 39 kilonewton meter. Minus 39 kilonewton meter. Here it is 39 kilonewton meter net. Okay, 39. Then bending moment at the center of span BC. Okay, equal to here BC equal to 318 by 6 equal to x divided by 3. Okay, minus 318 by 2 plus എത്രയാ ഇവിടെ? 450. Okay, 450. It is 291 kilonewton meter. That means here it is 291 kilonewton meter. 291 kilonewton meter. Net bending moment. This is the bending moment, final bending moment diagram. Net bending moment diagram. MA 0. Here it is 39 kilonewton meter. Here 318. Here 291 kilonewton meter and MC 0. Clear? MA 0, MC 0, MB 318. In between A and B 39. Mid portion BC it is 291. Okay? Clear ആയല്ലോ? ഫിഗർ ഇവിടം വരെ ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് റിയാക്ഷൻസ്. ഓക്കെ, ഫസ്റ്റ് കൺസിഡർ ദ സ്പാൻ. Consider the span AB. Okay, AB span consider ചെയ്യുക. നമുക്ക് ഹോഗിങ് മൊമെന്റ് അറിയാം. എങ്ങനെയാണ് ഹോഗിങ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ചിരട്ട കമത്തുമ്പോൾ വെള്ളം പോയി, നെഗറ്റീവ്. ഓക്കെ, മൊമെന്റ് ഇങ്ങനെയാണ്. ഓക്കെ, ചിരട്ടയിൽ വെള്ളം ഉണ്ട്, സാഗിങ്. ഓക്കെ, ഇങ്ങനെയാണ്. ഇതൊന്നും മനസ്സിലേക്ക് വെക്കുക, അപ്പൊ തെറ്റത്തില്ല. ഓക്കെ, ഹോഗിങ് മൊമെന്റ്, സാഗിങ് മൊമെന്റ്. ഹോഗിങ് നെഗറ്റീവ്, സാഗിങ് പോസിറ്റീവ്. സ്പാൻ എ ബി കൺസിഡർ ചെയ്യുക. ഇനി ഫിഗറിലേക്ക് നോക്കിയിട്ട് മൊമെന്റ് എടുക്കണേ. നമുക്ക് എം എയില് മൊമെന്റ് ഉണ്ടോ? ഇല്ല, 0. എം ബിയിൽ എന്താ മൊമെന്റ് ഉണ്ട്? 318. എം സിയിൽ 0. സപ്പോർട്ട് മൊമെന്റ്സ് നമ്മുടെ കൈവശമുണ്ട്. അപ്പൊ നമുക്ക് എന്താ എം ബിയിലേക്ക് മൊമെന്റ് എടുക്കാം. ഓക്കെ, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട്, ടേക്കിംഗ് ബെൻഡ് മൊമെന്റ് അബൌട്ട് ബി. ബിയിലേക്ക് മൊമെന്റ് എടുക്കാം. ബിയിലേക്ക് മൊമെന്റ് എടുക്കാം. ബിയിലേക്ക് മൊമെന്റ് എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? ഇവിടുന്ന് എടുക്കാം, ഈ സൈഡിൽ നിന്ന് എടുക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കാം. ബിയിലേക്ക് മൊമെന്റ് എടുക്കുമ്പോൾ എന്തൊക്കെയുണ്ട്? ഈ ഫിഗറിലേക്ക് നോക്കുക. ബിയിലേക്ക് മൊമെന്റ് എടുക്കുമ്പോൾ എന്തൊക്കെയുണ്ട്? എ എന്നൊരിതുണ്ട്, 60 ഇങ്ങോട്ടേക്കും ഉണ്ട്. ഓക്കെ, എ ആർ എ ഇൻറ്റു 4, ആർ എ ഇൻറ്റു 4 മീറ്റർ, ആർ എ ഇൻറ്റു 4 മീറ്റർ. എന്താ വരുന്നത്? ആർ എ ഇൻറ്റു 4 മീറ്റർ സാഗിങ്. ഓക്കെ, സാഗിങ് എന്താ? പോസിറ്റീവ്. ആർ എ ഇൻറ്റു 4 സാഗിങ്, ഇറ്റ് ഈസ് പോസിറ്റീവ്. ഇനി എന്താ? 60 UDL ആണ്. 60 ഇൻറ്റു UDL വരുമ്പോ എന്താ? 60 ഇൻറ്റു 4 ഇൻറ്റു 4/2. എന്താ? ഇങ്ങനെ വരുമ്പോ എന്താ? ഹോഗിങ്. മൈനസ് ഹോഗിങ് 60 ഇൻറ്റു 4 ഇൻറ്റു 4/2. ഇനി എന്തെങ്കിലും ഉണ്ടോ? ബിയിലേക്ക് മൊമെന്റ് എടുക്കുമ്പോ നിങ്ങൾക്ക് എന്തൊക്കെ ഇപ്പൊ കാണാം? ആർ എയും ഉണ്ട്, 60 ഉണ്ട്. വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. ഇനി നമ്മുടെ എവിടോട്ടാ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി. ബിയിൽ ഒരു മൊമെന്റ് ഉണ്ട്, സപ്പോർട്ട് മൊമെന്റ് ഉണ്ട്. വി ഹാവ് എ മൊമെന്റ് ഹിയർ. എത്രയാ? എം ബി എത്രയാ? 318. നെഗറ്റീവ് ഓർ പോസിറ്റീവ്? സപ്പോർട്ടിലെ മൊമെന്റ് എന്താ? ഹോഗിങ്.
ഹോഗിങ് എന്താ -318. പെട്ടെന്ന് സോൾവ് ചെയ്ത് 6 into 4 minus 60 into 4 into 4/2 equal to -318. കിട്ടിയ ആർക്കെങ്കിലും RA equal to പെട്ടെന്ന് സോൾവ് ചെയ്തേ RA equal to 40.5 kilo Newton. 40.5 kilo Newton. Okay, clear? Then consider the span. Consider the span BC. നമുക്ക് RA, RB, RC കിട്ടിയാൽ മതി. ഇപ്പൊ നമുക്ക് RA കിട്ടി. Then BC കൺസിഡർ ചെയ്യുക. Again taking moment about B. ബിയിൽ വെച്ച് മൊമെന്റ് എടുക്കാം. ബിയിലേക്ക് മൊമെന്റ് എടുക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. ബിയിലേക്ക് മൊമെന്റ് എടുക്കുമ്പോൾ ഈ പോർഷൻ മാത്രം നോക്കുക. എന്ത് വരും? RC into 6 വരും. 100 into 6 into 6/2. ഇനി നോക്കേണ്ടത് ഇങ്ങോട്ടേക്ക് മൂവ്മെന്റ് എടുക്കുമ്പോൾ ഡയറക്ഷനാ. ഇതെന്താ വരുന്നത്? അഗെയിൻ സാഗിങ്. RC എന്താ? സാഗിങ്. സാഗിങ് എന്താ? പോസിറ്റീവ്. RC into 6, ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 6. ഇനി എന്താ? 100 into 6 into 6/2 എന്താ? ഹോഗിങ്. ഇറ്റ് ഈസ് മൈനസ് 100 into 6 into 6/2 ഈക്വൽ ടു എവിടെ ഉണ്ട്? എമ്മില് സപ്പോർട്ട് മൊമെന്റ് ഉണ്ട്. എത്രയാ? 318. ഇറ്റ് ഈസ് ഹോഗിങ് -318. പെട്ടെന്ന് സോൾവ് ചെയ്തേ. RC into 6, 100 into 6 into 6/2. Then find out RC. എത്രയാ? Speed up. 247 kilo Newton. Okay, 247 kilo Newton. Okay, yeah. Then we know the equation. Okay, then we know the equation. RA plus RB plus RC equal to 60 into 4 plus 100 into 6. Final equation. RA plus RB plus RC equal to 60 into 4 plus 100 into 6. Okay. RA നമുക്ക് കിട്ടിയിട്ടുണ്ട് 40.5. RB we don't know. RC 247. Substitute all these values in this equation. Then find out RB. Yeah. Therefore, RB equal to 552.5 kilo Newton. 552.5 kilo Newton. Clear? Okay, 552.5 kilo Newton. Clear? Okay. ഇനി നമുക്ക് ഫൈനലി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ ഓക്കെ അപ്വേർഡ് പോസിറ്റീവ്. ഓക്കെ, ലെഫ്റ്റ് അപ്പ് പോസിറ്റീവ്. RA എത്രയാ? 40.5. ഓക്കെ, എല്ലാവരും കാൽക്കുലേറ്റർ എടുത്തേ. എല്ലാവരും കയ്യിൽ കാൽക്കുലേറ്റർ എടുത്തേ. ദിസ് ഇസ് A, ദിസ് ഇസ് B ആൻഡ് ദിസ് ഈസ് C. എല്ലാവരും കാൽക്കുലേറ്റർ കയ്യിലെടുത്തേ. ലെഫ്റ്റ് അപ്പ് പോസിറ്റീവ്. ഓക്കെ, ലെഫ്റ്റ് അപ്പ് പോസിറ്റീവ്. ഓക്കെ, RA we have 40.5. This is 40.5. ഓക്കെ, അപ്പ് 40 ഉണ്ട്. ഇനി എന്താ? ഡൗൺവേർഡ് നമുക്ക് എന്തുണ്ട്? 60 ഉണ്ട്. ഓക്കെ, ഡൗൺവേർഡ് നമുക്ക് 60 ഉണ്ട്. 6 മൈനസ് ഡൗൺവേർഡ് നെഗറ്റീവ് 40. കാൽക്കുലേറ്ററിൽ ആദ്യം 40.5 ടൈപ്പ് ചെയ്തേ. മൈനസ് 60 into 4. ഓക്കെ, എത്ര വന്നു? minus 60 into 4. Minus 199.5. 199.5. Okay. Then B ലെത്തിയപ്പോൾ നമുക്ക് എന്തുണ്ട്? RB ഉണ്ട്. എത്രയാ? 552.5 plus 552.5. സ്പീഡില് എത്ര വന്നു? plus 353. 353. Okay, then minus downward minus 100 into 6.
എത്ര വന്നു? ആ കിട്ടിയ വാല്യൂ 353 മൈനസ് 100 ഇൻറ്റു 6 എത്ര വന്നു? മൈനസ് 247. മൈനസ് 247. minus 247. Okay, this is 247. നമുക്ക് സിയിലെത്തിയപ്പോ എന്തുണ്ട്? ആർ സി എത്ര ഉണ്ട്? പ്ലസ് 247 മൈനസ് 247 പ്ലസ് 247 ഇറ്റ് ഈസ് 0. അറ്റ് ലാസ്റ്റ് നമ്മൾ സിയിൽ എത്തി. ദിസ് ഈസ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഷിയർ ഫോഴ്സ്, ഫൈനൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ക്ലിയർ? shear force diagram. Okay, എയില് upward 40.5 minus 60 into 4 അപ്പൊ നമുക്ക് 199.5 പ്ലസ് നമുക്ക് ആർ ബി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 353 എത്തിക്കഴിഞ്ഞപ്പോൾ മൈനസ് 100 into 6 again നമ്മൾ മൈനസ് 247. ആർ സിയിൽ എന്തുണ്ട്? പ്ലസ് 247 then comes to 0. shear force diagram. beam diagram, ബീമിന്റെ പിക്ചർ ഉണ്ട്. free bending moment diagram, fixed bending moment diagram, net bending moment diagram, and finally shear force diagram. Okay, first step simply supported ആണ്. bending moment at A and C are 0. MB നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമായിരുന്നു. നമ്മൾ ക്ലാപ്രയോൺസ് തിയറം യൂസ് ചെയ്തിട്ട് സപ്പോർട്ട് മൊമെന്റ് അറ്റ് ബി ഫൈൻഡ് ഔട്ട് ചെയ്തു. MB നമുക്ക് 318 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടി. അതിനുശേഷം നമ്മൾ ഫ്രീ ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം വരച്ചു, ഫിക്സഡ് ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം വരച്ചു, നെറ്റ് ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം വരച്ചു. അതിൽ നമുക്ക് ഈ രണ്ട് പോയിന്റിൽ അറിയില്ലായിരുന്നു. സിമിലർ ട്രയാംഗിളും നമ്മൾ ഫ്രീ ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം ഇതും വെച്ചിട്ട് സോൾവ് ചെയ്തു. 39 കിലോ ന്യൂട്ടൺ മീറ്ററും 291 കിലോ ന്യൂട്ടൺ മീറ്ററും ദെൻ നെറ്റ് ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം വരച്ചു. അതിനുശേഷം നമ്മൾ റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ആർ എ, ആർ ബി, ആർ സിയിലെ റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിയിലേക്ക് മൊമെന്റ് എടുത്തു, ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും മൊമെന്റ് എടുത്തു. അങ്ങനെ നമ്മൾ ആർ എയും ആർ സിയും കണ്ടുപിടിച്ചു. അതിനുശേഷം ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ സിയിൽ ടോട്ടൽ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആർ ബി കിട്ടി. അത് വെച്ചിട്ട് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചു. ഓക്കെ, എല്ലാവരും വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. കംപ്ലീറ്റ് സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഹാവ് എ നൈസ് ഡേ.